ഹലോ മക്കളെ, പരീക്ഷയൊക്കെ കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? ഇനി ഓണാവധി അല്ലേ? സന്തോഷമല്ല? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ? പവർഗം, ഒരു വർഗം ഒരാളെ വീട്ടിൽ കയറ്റിയല്ലേ നമ്മൾ. ടീച്ചറിൻ്റെ ഷോർട്ട് ക്ലാസ്സിൽ ടീച്ചർ അതിനൊരു ചെറിയ ചൊല്ല് കൊടുത്തു. പഴങ്ങളും ഫലങ്ങളും ബലവാനും ഭഗവാനോ മഞ്ചാടിയും. ആ അക്ഷരങ്ങളുടെ ഫസ്റ്റ് വേർഡ് കൊടുത്തിട്ട് അല്ലേ, ചുണ്ട് അടച്ചു പോകും. അതിന് ഒരു വാക്കും പറയും, ഓഷ്ട്യങ്ങൾ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. നമ്മൾ ആ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് വെറുതെ അറിഞ്ഞിരിക്കുക കേട്ടോ. ആ ചുണ്ട് കൂട്ടി പറയുന്ന 5 അക്ഷരങ്ങൾ പഠിച്ചു. അതിനോടുകൂടി ചുണ്ടുമായിട്ട് ബന്ധമുള്ള 3 അക്ഷരം നമ്മൾ പഠിച്ചു. 2 നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. ഊ അത് സ്വരാക്ഷരത്തിലാണ് വരുന്നത്. വാ എന്നുള്ളത് നമ്മൾ പഠിച്ച് അല്ലേ. ഇനി അടുത്തത് ചുണ്ട് കഴിഞ്ഞാൽ അടുത്തത് എന്താ? ചുണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന സാധനം എന്താ? പല്ലല്ലേ. അപ്പം ഞാൻ പല്ലുമായിട്ട് ബന്ധമുള്ളത് പഠിക്കാം. ഈ പല്ല് ഉറച്ചിരിക്കുന്ന സാധനമാണ് അല്ലേ. അതിൻ്റെ അകത്തൊരു നാവ്, അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ചുണ്ടും അനങ്ങും. പല്ല് അനങ്ങാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പല്ലേൽ വന്ന് നാവ് ഇങ്ങനെ ടച്ച് ചെയ്യും. അങ്ങനെ കിട്ടുന്ന കുറച്ച് അക്ഷരങ്ങളെയാണ് നമ്മുടെ പൂർവികർ അടുത്ത ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ് എന്നല്ല വേറൊരു ഗ്രൂപ്പിലേക്ക് തിരിച്ചത്. അതേതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ റ, ര, ത മുട്ടുന്നില്ലേ, ത. അപ്പോൾ ആ ഒരു ഗ്രൂപ്പാണ്. ത സോഫ്റ്റായിട്ട് പറയുക, ത ഥ ഉറപ്പിച്ച് പറയുക. അടുത്തത് ദയുടെ ദ സോഫ്റ്റായിട്ട് പറയുക, അതിനെ ഉറപ്പിച്ച് പറയുക, ധ. പിന്നെ ന. അങ്ങനെ 5 അക്ഷരങ്ങളാണ് ക്രമമായിട്ട് വരുന്നത്. അതുകൂടാതെ നമ്മൾ പഠിച്ച ല, സ ഇതും ഈ ഗ്രൂപ്പിലേക്ക് വരും. പക്ഷെ തവർഗം എന്ന് അതിനെ പറയില്ല. നമ്മൾ ഈ ത ആയിട്ടുള്ള ശബ്ദമുള്ളതിനെയാണ് നമ്മൾ തവർഗം എന്ന് പറയുന്നത്. പക്ഷേ ആ അവയവം നാവ് ഇങ്ങനെ മുട്ടുന്നത് കൊണ്ട് നമ്മൾ അതിനെ ആ ഗ്രൂപ്പിൽ ചേർക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ത എഴുതി. ഹ ചേർത്തപ്പോൾ ത ധ. അടുത്തത് സോഫ്റ്റ് ദ, ദയുടെ ദ. അത് ഹ ചേർത്തപ്പോൾ ധ. പിന്നെ ന. ത ധ ദ ധ ന. ഇതിനെ പറയുന്നത് ദന്ത്യങ്ങൾ എന്നാണ്. അതായത് പല്ലുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ദന്ത്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ആ വേർഡ്സ് പഠിച്ചില്ലെങ്കിൽ സാരില്ല. ത ദ ന. സോഫ്റ്റായിട്ട് പറഞ്ഞേ, ത ദ ന. ത ദ ന. അറിയാല്ല, ത തല, തറ. ദ ദയുടെ ദ. ന നനവ്, നന്നായി എന്നൊക്കെ ഉള്ളതിൻ്റെ ന. അപ്പോൾ ത ദ ന കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയേണ്ടതാണ് ത ധ, ദ ധ. അപ്പോൾ ത ധ ദ ധ, ധ ധ, ധ ധ, ത ധ ദ ധ ന. ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഈ ന എന്നുള്ളത് ചില സമയത്ത് നായാകും അല്ലേ. അതായത് തുടക്കമാണ് ഈ അക്ഷരം അല്ലെങ്കിൽ ന, രണ്ടാമതാണ് വരണമെങ്കിൽ അത് ന എന്നാണ്. അപ്പോൾ അതിനും അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കോംപ്ലിക്കേഷൻസും പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതൊക്കെ നിലനിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ വേറെ മുമ്പ് ഞാനൊരു സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഇങ്ങനൊരു അക്ഷരം കണ്ടായിരുന്നു. അതിപ്പോൾ കാണാനുമില്ല. എന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഇവിടെ പറയാനുള്ളത്, ഇതിന് 2 തരം ശബ്ദങ്ങൾ വരും. തുടക്കത്തിലാണെങ്കിൽ നായും, രണ്ടാമതാണ് വരുന്നതെങ്കിൽ നായും. ഇപ്പോൾ ആന, ആന നനഞ്ഞു. അപ്പം നനഞ്ഞു എന്ന് പറയുമ്പോൾ ന ന ന ന. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ചില വേരിയേഷൻസ് ഉള്ളത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ രണ്ടാമത്തത് ത ധ ദ ധ ന. ഇതിനെ പറയുന്നത് തവർഗം, തവർഗം എന്നാണ്. പല്ലിൻ്റെ താഴ്ഭാഗത്ത് പോയിട്ട് നാവ് പ്രസ് ചെയ്ത് വെക്കും. അങ്ങനെ കിട്ടുന്ന ശബ്ദമുള്ള അക്ഷരങ്ങളാണ് ഇത് 5 എണ്ണം. ത ധ ദ ധ ന. അതുകൂടാണ്ട് ല, സ ഇതൊക്കെ ഏതാണ്ട് ഇതുമായിട്ടുള്ള ശബ്ദമായിട്ട് വരികയും ചെയ്യും. ഇനി ഇത് ഓർത്തിരിക്കാനായിട്ടാണെങ്കിൽ ടീച്ചർ പഠിച്ച് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തത് ഇതാണ്. മറ്റേത് ഓർമ്മയുണ്ടല്ലോ, പ ഫ ബ ഫ മ. പഴങ്ങളും ഫലങ്ങളും ബലവാനും ഭഗവാനോ മഞ്ചാടി എന്നുള്ളത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. പക്ഷെ ഓർഡർ തെറ്റിപ്പോകരുത് കേട്ടോ. ഇവിടെ ടീച്ചർ ഉദ്ദേശിച്ചതേ ഒരു ചെറിയൊരു കഥയാണ്.
അതായത് നമ്മളെ ഇപ്പോൾ പ്രളയമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾക്കിങ്ങനെ ആൾക്കാർ നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നു അല്ലേ. ഇപ്പോൾ കിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ കിറ്റുകൾ, അരി, വസ്ത്രങ്ങൾ, പിന്നെ കോസ്റ്റ്യൂംസ്, പല നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മളെ തേടിയെത്തിയത് അല്ലേ. അപ്പോൾ നമുക്കതെന്താ ദാനം കിട്ടിയതാണ് അല്ലേ, ഉള്ളവർ നമുക്ക് തന്നത് അല്ലേ. അപ്പോൾ അവർക്ക് കൂടുതലുണ്ടായിട്ടില്ല, സന്ദർഭം അനുസരിച്ച് അവർ നമ്മളെ സഹായിച്ചു. അപ്പോൾ അതവരുടെ ധർമ്മം അല്ലേ. അങ്ങനെ അപ്പോൾ അതൊരു സന്ദർഭത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു തിരക്കിൽ പെട്ടുപോയാൽ, നമുക്കൊന്നും കിട്ടുന്നില്ല, വിശക്കും, വെള്ളം കിട്ടുന്നില്ല, കുടിക്കാനും കിട്ടുന്നില്ല, കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ നട്ടം തിരിഞ്ഞു പോകും അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കിതെല്ലാം ഉണ്ടാവാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് കിട്ടാണ്ട് വന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കിത് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആക്കിയെടുത്തതിന്, തിരക്കുള്ള സ്ഥലങ്ങളിൽ ദാനധർമ്മം നല്ലത്. തിരക്കുള്ള സ്ഥലം എന്നുള്ളതിൻ്റെ ധായാണ് രണ്ടാമത്തെ ധ, സ്ഥലം. തിരക്കുള്ള സ്ഥലങ്ങളിൽ ദാനധർമ്മം നല്ലത്, ദാനം കിട്ടുക അല്ലേ. നമുക്കൊരാൾ തരുന്നതാണ് നമുക്ക് ദാനം കിട്ടുന്നത് അല്ലേ. അപ്പം അത് അയാളുടെ ഒരു ധർമ്മമാണ്. അപ്പം അത് ദാനധർമ്മം നല്ലത് ഇതാണ് ടീച്ചർ ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു ഓർമ്മ കിട്ടാനായിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് കഴിഞ്ഞ് ഏതാണ് ത ധ ദ ധ ന. ഇതിനെ പറയുന്നത് ദന്ത്യങ്ങൾ എന്നാണ്. കാരണം പല്ലാണ് ഇവിടെ മെയിൻ വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, ദന്ത്യങ്ങൾ എന്ന് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം. കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഗുഹയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ വായുടെ അകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാ, നമ്മുടെ വായയുടെ ഉൾഭാഗം അല്ലേ. അപ്പോൾ ഉൾഭാഗം എന്ന് പറയുമ്പോൾ നല്ല റൗണ്ട് ഫിഗർ ആയിരിക്കും, നമ്മുടെ ഉരുളയൊക്കെ വായിൽ വെച്ച് നിൽക്കണ്ടേ. അപ്പം ആ ഭാഗം, ആ മുകൾ ഭാഗത്തിന് പറയുന്നത് മൂർധാവ് എന്നാണ്. മൂർധാവ്, അപ്പം മൂർധന്യങ്ങൾ എന്നാണ് അടുത്തത്. അത് വരുമ്പോൾ നമ്മുടെ ഓടിക്കളിക്കുന്ന സാധനം നാവ് അല്ലേ. ഈ നാവെല്ലാം ചെന്ന് മുട്ടുന്നൊരു സ്ഥലമാണിത്. ഒന്ന് പറഞ്ഞു നോക്കി, ഏതെങ്കിലും അക്ഷരം മുട്ടുന്നുണ്ടാന്ന്, നാവ് പോയിട്ട് അവിടെ മുട്ടുന്നുണ്ടെന്ന്. മുട്ടുന്നുണ്ടാ? ര മുട്ടിയില്ലേ? ഷ. നാവ് ശ്രദ്ധിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു, മുട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്തത് ട, ഠ, ഡ, ഠ, ണ. ഈ അഞ്ചക്ഷരം മുട്ടിയത് ഏതാണ്ട് ഒരു ഭാഗത്തൊക്കെ തന്നെയാണ്. റായും രായും ളായും ഴായും ഷായും ഈ ഗ്രൂപ്പിൽ വരും. എങ്കിലും ട, ഠ, ഡ, ഠ, ണ ഈ അഞ്ചക്ഷരങ്ങൾ ശരിക്കും പോയിട്ട് ആ മുകൾ ഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ വേരിയേഷൻസ്, ഈ പവർഗത്തിന്റെ വേരിയേഷനും തവർഗത്തിന്റെ വേരിയേഷൻ പോലെ തന്നെ ഇതിനും. അപ്പൊ ആ അക്ഷരങ്ങളാണ് അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ പേര്? ഇത് പവർഗം, ഇത് തവർഗമാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പേര്? ആദ്യത്തെ അക്ഷരത്തിന് ചേർത്തിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത് ട, നോർമലായിട്ട് ട. അതിനെ ആരുമായിട്ടാണ് ചേർക്കേണ്ടത്? ഊന്നൽ കൊടുക്കാൻ ഹ, ഠ, ട, ഠ. അടുത്തത് നോർമലായിട്ട് ഡ, നമ്മുടെ ഡുമിന്റെ ഡ. അതിനാ നമ്മള് ഹായുമായിട്ട് ചേരുമ്പോ ഠ. അടുത്തത് ണ, ട, ഠ, ഡ, ഠ, ണ. ഒന്ന് ശബ്ദിച്ച്, ട, ട. നാം എവിടെ പോയി? മൂർധന്യത്തില്. ട, ഡ, ണ, ഠ, ഠ. ഉച്ചാരണത്തിന് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ശീലിക്കണം. മുമ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കേരളത്തിന്റെ സ്റ്റേറ്റ് സ്ഥലങ്ങളിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ടട്ടടട്ടണ, ടൈറ്റടൈറ്റണ, ഠഠഠഠണ, ഇങ്ങനെ പല പല ഇതില് സ്ഥലങ്ങളുടെ വേരിയേഷനിൽ നമുക്ക് ഈ ഉച്ചാരണത്തിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ തന്നെ വേരിയേഷൻ ഉണ്ട്, പ്ലസ് സ്ഥലങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ അവിടെ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ടട്ടടട്ടണ എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടായിട്ട അവിടെ ഈ വരും, ഉറപ്പിച്ചു ടാഠ ഡാഠ ണ. അതാണ് ശരിയായ ഉച്ചാരണം. അപ്പൊ അത് ഞങ്ങളുടെയാണ് ശരിയെന്ന് വാദിക്കുന്ന നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മൾ മധ്യ കേരളമാണ്. പണ്ടൊക്കെ ഞാനും ഈ കൂട്ടിയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ പിന്നെ ഇപ്പൊ മാറി. നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ മാറണമല്ലോ. ടാഠ ഡാഠ ണ. ഇവിടെ നാവ് മൂർധന്യത്തിൽ, ഇപ്പൊ മൂർധന്യങ്ങൾ എന്നാണ് ഇതിന്റെ പേര്. ഇനി ഇതിന് നമുക്കൊരു ചൊല്ലുണ്ടാക്കണമെങ്കിൽ ടീച്ചർ പറഞ്ഞത് പടയ്ക്കു പഠിച്ചവൻ ഡാഠ അറിയണം. പട സോൾജേഴ്സ്, കാലാൾപ്പട, കുതിരപ്പട എന്നൊക്കെ കേട്ടിട്ടില്ലേ? പടയ്ക്കു പഠിച്ചവൻ, അതായത് സോൾജേഴ്സ് എന്തറിയണം? ഡാഠ.
അറിയണം. അത് വെറുതെ ടീച്ചർ ഇങ്ങനെ ഓരോ ഇതുണ്ടാക്കണം. അപ്പൊ പടയ്ക്കു പഠിച്ചവൻ ഡാഠ അറിയണം എന്നുള്ളതാണ് ഇവിടെ ചേർത്തത്. ടാഠ ഡാഠ ണ. ട ഠ ഡ ഠ ണ. ഓക്കെ, ഇതിന് പറയുന്നത് മൂർധന്യങ്ങൾ. ടവർഗം എന്ന് പറയും കേട്ടോ. ടവർഗം, ടവർഗം. ഇപ്പൊ നമ്മൾ 3 വർഗങ്ങൾ പഠിച്ചല്ലേ? എന്താണ്? പവർഗം, തവർഗം, ടവർഗം. അങ്ങനെ 3 കേട്ടോ. ഠ ഡാഠ ണ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രൂപ്പായിട്ട് വരാം അല്ലേ? ഓണാഘോഷമൊക്കെ തകർക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ബൈ ബൈ.